വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂർ മണ്ഡലത്തിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്ന് ആരടൻ ഷൌക്കത്ത് MLA. PV അൻവറിന്റെ പാർട്ടിയുമായി നിലവിൽ ധാരണയില്ലെന്നും MLA. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരു ഇടത്ത് പോലും ഒരു വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും വാർഡുകളിൽ നിന്ന് അവർ ഐക്യകണ്ഠേന തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. ഒന്ന് രണ്ട് വാർഡുകളിൽ, ചില വാർഡുകളിൽ മാത്രം ചിലവര് ഒന്നോ രണ്ടോ പേർ, തർക്കമല്ല, അവിടെ സമാന യോഗ്യതയുള്ള ആളുകൾ അവിടെ വരുമ്പോ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല. സാധാരണ നിയോജകമണ്ഡലം കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നും നാളെയുമായി മുഴുവൻ UDFന്റെ പഞ്ചായത്തുകളെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഒരു വലിയ മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ UDFനുണ്ടാവും. ഇപ്പൊ നിലവിൽ 5 പഞ്ചായത്തുകളാണ് ഉള്ളത്. ആ 5 പഞ്ചായത്തുകൾ എന്നത് 7 പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും ചേർത്ത് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDF കൈയടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ വലിയ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. UDFൽ പുതിയ കക്ഷികളെ ചേർക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുക. നേതൃത്വത്തിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. നിലവിൽ വലിയ ഐക്യത്തോടെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. വാർഡ് കമ്മിറ്റികൾ ചേർന്നാണ് ഓരോ സ്ഥാനാർത്ഥികളെയും ഐക്യത്തോടെ തെരഞ്ഞെടുത്തത്. ഇക്കുറി നിലമ്പൂർ നഗരസഭയിലും മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും UDF അധികാരത്തിലെത്തുമെന്നും MLA പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.